കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ MCO 021. സോ ഈ ഒരു ഇഗ്നോ TPYQUA ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരു പ്രഡിക്റ്റീവ് ഗൈഡ് അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഈ ഒരു പേപ്പറിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു എക്സാം നല്ല രീതിയിൽ എന്താ പറയുക അറ്റൻഡ് ചെയ്യാനും അതേപോലെ ഹയസ്റ്റ് എക്സാം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇതിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതേപോലെ റിക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ആൻഡ് ഇതിലും ഈ ഒരു ദാറ്റ് ഇസ് മാനേജറൽ എക്കണോമിക്സ് എന്ന MCO 021 എന്ന പേപ്പറാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡോക്യുമെന്ററി റോഡ് മാപ്പ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സിലബസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ എക്സാംസിന്റെ റിലവൻസ് ഒക്കെ വെച്ചിട്ട് ഏത് ടോപ്പിക്സ് ആണെന്നുള്ളത് വന്നിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ഇതിൽ നമ്മൾ ക്വസ്റ്റിന്റെ ഫോർമാറ്റ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ പേപ്പർ പാറ്റേണും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. സോ ഇതിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസും അതിന് നമ്മൾ എന്താ പറയുക എക്സാം സെഷൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. സോ ഇതിൽ നമ്മൾ ഒരു പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഇതിന് മുന്നേ കഴിഞ്ഞിട്ട് ഫ്രീക്വന്റ് ട്രെൻഡും അല്ലെങ്കിൽ സിലബസ് കവറേജ് ഒക്കെ ഇൻക്ലൂഡ് അതിന്റെ ബേസിസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ആണ്. ഒരു ഫുൾ ലെങ്ത് മോഡൽ പേപ്പർ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. സോ ഹൈ ക്വാളിറ്റി സാമ്പിൾ ആൻസേഴ്സും അതിന് ദാറ്റ് ഇസ് വിത്ത് മാർക്കിന്റെ ഗൈഡൻസോടുകൂടി നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെത്തഡോളജി കോൾ ഔട്ട് ആണ്. സോ മൾട്ടിപ്പിൾ TEE പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേറ്റർ വെയിറ്റേജ് ഉള്ളത് ഏതൊക്കെയാണ്, അതേപോലെ റീസെന്റ് ട്രെൻഡ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ സിലബസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സിലബസ് ദാറ്റ് ഇസ് മാപ്പിംഗ്, അത് ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് വൈസ് നോക്കാം. അതിൽ കോംപ്രഹെൻസീവ് സിലബസ് ടേബിൾ ആണ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ബ്ലോക്ക് 1 നമുക്ക് യൂണിറ്റ് 1 വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ്, ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള വന്നിട്ടുള്ള ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 2 ഫേം ഒബ്ജക്റ്റീവ്സ്, വാല്യൂ, മാക്സിമൈസേഷൻ, കൺസ്ട്രെയിൻസ് ആണ്. അതൊരു 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതും മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പിന്നെ വരുന്നതാണ് യൂണിറ്റ് 3 ഒപ്റ്റിമൈസേഷൻ, ഓപ്പർച്യൂണിറ്റി, കോസ്റ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. സോ അതൊരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ലോ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് കർവിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതൊരു 14 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 5 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതിൽ പ്രൈസ്, ഇൻകം, ക്രോസ് ഒക്കെ വരുന്നുണ്ട്. ഒരു 13 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ഹൈ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 6 ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേഷൻ ആണ് വന്നിട്ടുള്ളത്. ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ചോദിച്ചിട്ടുണ്ട്. മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് മൂവിങ് ടു ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. സോ അതിൽ യൂണിറ്റ് 7 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, റിട്ടേൺസ് ടു സ്കെയിൽ ഒക്കെയാണ് ചോദിക്കാറ്. 9 ക്വസ്റ്റ്യൻ പേപ്പറുകളോളം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് മൂവിങ് ടു യൂണിറ്റ് 8 കോസ്റ്റ് കൺസെപ്റ്റ്, അതിൽ ഇപ്പോൾ ആക്ച്വൽ, ഇംപ്ലിസിറ്റ്, മാർജിനൽ കോസ്റ്റ് ഒക്കെ അതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ചോദിക്കാറ്. ഒരു 16 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഹൈ റെലവൻറ്റ് ടോപ്പിക്. യൂണിറ്റ് 9 ലോങ് റൺ കോസ്റ്റ്, അതേപോലെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 10ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഹൈ റെലവൻറ്റ് ടോപ്പിക്.
ഇനി ബ്ലോക്ക് 4 പ്രൈസിങ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 10 മാർക്കറ്റ് സ്ട്രക്ചർ അതേപോലെ ബാരിയേഴ്സ് ടു എൻട്രി ഒക്കെയാണുള്ളത്. അത് 7ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂണിറ്റ് 11 മോണോപ്പൊളി അതേപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒക്കെയാണ്. അതൊരു 9ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ യൂണിറ്റ് 12 മോണോപ്പൊളിസ്റ്റിക്കും പിന്നെ അതേപോലെ ഒളിഗോപൊളിസ്റ്റിക് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 7ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂണിറ്റ് 13 പ്രൈസിങ് സ്ട്രാറ്റജീസ് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഒരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എ മീഡിയം റെലവൻറ്റ് ടോപ്പിക്. സോ ഇനി നമുക്ക് ഇതിന്റെ ബാർ ചാർട്ട് നോക്കാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ബ്ലോക്ക് 2 ന്നും ബ്ലോക്ക് 3 എന്നൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം പിന്നെ ബ്ലോക്ക് 4 എന്നാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ആ ഒരു ബാക്കി 3 ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ദി ഹീറ്റ് മാപ്പ് സമ്മറിയാണ്. സോ ഇത് നമുക്ക് ദാറ്റ് ഇസ് യൂണിറ്റും അതേപോലെ അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ നമുക്ക് ഓരോ ആക്സസിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത കീ ഇൻസൈറ്റ് ബോക്സ് ആണ്. സോ ഇതിൽ നമ്മൾ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആൻഡ് കൺസെപ്റ്റ്. അപ്പോൾ അത് ബ്ലോക്ക് 3 യൂണിറ്റ് 8ഉം യൂണിറ്റ് 9ഉം. അപ്പോൾ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻസും അതിൻ്റെ കമ്പ്യൂട്ടേഷനും അതേപോലെ കോസ്റ്റ് ടൈപ്പ് അതിൽ ഡിസ്റ്റിങ്ഷൻസ് അതേപോലെ ഷോർട്ടായിട്ടും ലോങ് ആൻസർ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. അടുത്ത ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ആണ്. സോ അത് ബ്ലോക്ക് 2 യൂണിറ്റ് 4, 5 ഒക്കെയാണ് വരുന്നത്. അതിൽ നമുക്കിപ്പം ലോ ഓഫ് ഡിമാൻഡ് അതിൻ്റെ ഡിറ്റർമിനൻസ് അതേപോലെ ഇലാസ്റ്റിസിറ്റിയുടെ ടൈപ്സ് അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സെഷനിൽ വരാറ്. പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 7. ഈ ഏരിയയിൽ നിന്ന് കൂടുതലും തിയറി വിത്ത് ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള രീതിയിലാണ് ചോദിക്കാറ്. ആൻഡ് അതേപോലെ മീഡിയം ടു ലോങ് ഫോം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരാറ്. സോ ഇതൊരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ജൂൺ 2022 ടു ഡിസംബർ 2024 വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ എത്തിയിട്ടുള്ളത്. സോ അതിൻ്റെ നമുക്ക് ഫോർമാറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു മാർക്ക് റേഞ്ചും പിന്നെ നമ്മൾ എത്ര അത് എഴുതണം, എത്ര ലെങ്ത്തിൽ അത് എഴുതണം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 15 to 20 മാർക്സ് ആയിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ അതൊരു 400 to 500 വേർഡ്സിൽ എഴുതണം. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വിത്ത് ഗ്രാഫ് ഡയഗ്രാംസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ 5 to 10 ആണ് അതിൻ്റെ മാർക്ക് റേഞ്ച് വരുന്നത്. 120 to 200 വേർഡ്സ് ഒക്കെ ആയിരിക്കും. ആൻഡ് അതിൻ്റെ കീ പോയിന്റ്സും കാര്യങ്ങളും അതേപോലെ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ടേബിൾ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ 6 to 10 മാർക്സ് ആയിരിക്കും. സോ അതൊരു 150 to 250 വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ടേബിൾ ആയിട്ട് അതേപോലെ അല്ലെങ്കിൽ നമ്മൾ ആ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ടേബിൾ ആയിട്ടൊക്കെ നമുക്കത് ചെയ്യാം. എക്സാമ്പിൾസും കോട്ട് ചെയ്യാം. പിന്നെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഡയഗ്രാം പ്രോബ്ലം ഒക്കെ ആകുമ്പോൾ 5 to 10 മാർക്സ് ആണ് അതിൻ്റെ ആവറേജ് ദാറ്റ് ഇസ് മാർക്ക് റേഞ്ച് വരുന്നത്. 100 to 200 വേർഡ്സ് ആണ്. പ്ലസ് അതിൻ്റെ കാൽക്കുലേഷൻസും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണം. പിന്നെ കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി ആണെങ്കിൽ 10 to 15 മാർക്സ് ആയിരിക്കും. സോ അത് 250 to 350 വേർഡ്സിലൊക്കെ നമുക്ക് എഴുതാം. ആ ഒരു സ്കെനാരിയോ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലൊക്കെ രീതിയിലായിരിക്കും അത് വരുന്നത്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് അല്ലെങ്കിൽ MCQ ആണ്. അത് 1 to 2 മാർക്സ് ആണ് അതിൻ്റെ മാർക്ക് റേഞ്ച് വരുന്നത്. 1 to 2 ലൈൻ ഒക്കെ ആയിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുക. ആൻഡ് ഈ ഒരു പേപ്പറിൽ വളരെ റെയർ ആയിട്ടാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. ഇനി നമുക്ക് 4 മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യാം. സോ അതിൽ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ആണ്. ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അതിനെ മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മളത് എഴുതേണ്ടത്. അപ്പം അതിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് അതിൻ്റെ എക്സാമ്പിൾസ് അതേപോലെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിലൊരു 15 to 20 മാർക്സ് ഒക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് മാർക്കായിട്ട് വരിക. ആൻഡ് ഒരു 400 to 500 വേർഡ്സിൽ നമ്മൾ ഈ ഒരു ആൻസർ എഴുതണം. തിയററ്റിക്കലും അതേപോലെ അപ്ലൈഡ് പെർസ്പെക്റ്റീവ്സിലൊക്കെ ഇത് വരാറുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട് ആണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മളത് കറക്റ്റ് എന്താണ് ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്താണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരാറ്. അപ്പോൾ ഇത് യൂഷ്വലി 5 to 10 മാർക്സ് ഒക്കെ ആയിരിക്കും അതിന് മാർക്ക് വരിക. 120 to 200 വേർഡ്സ് വരെയൊക്കെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ടോപ്പിക്കിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ ബ്രീഫായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അതേപോലെ അതിനെ എന്താ പറയുക റിലേറ്റ് ചെയ്തിട്ടുള്ള സെവറൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം.
അടുത്ത ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ടേബിൾ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആയിരിക്കും. ഇപ്പം അക്കൗണ്ടിങ് വൈസസ് എക്കണോമിക് കോസ്റ്റ് അങ്ങനത്തെ കമ്പാരിസൺ ആയിരിക്കും. സോ നമ്മൾ എപ്പോഴും പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള പാരഗ്രാഫ്സിലൊക്കെ ആയിരിക്കണം നമ്മളിത് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ 6 to 10 മാർക്സ് ആണ് ഇതിൻ്റെ ഒരു ആവറേജ് മാർക്ക് വരുന്നത്. 150 to 250 വേർഡ്സിൽ നമുക്കിത് എഴുതി തീർക്കാം. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ അടുത്ത് വരുന്നതാണ് ന്യൂമറിക്കൽ ഓർ ഡയഗ്രാം പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇതിൽ മെയിനായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക അങ്ങനത്തെ ഉള്ള അതായത് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗ്രാഫിക്കലിയൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വരിക. നമ്മൾ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഒരു 5 to 10 മാർക്സ് ഒക്കെയാണ് ഇതിൻ്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. അതേപോലെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കണം. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ടേബിൾ ആണ്. സോ ഇത് നമ്മളൊരു ലാസ്റ്റ് 5 സെഷൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. സോ അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആ ഒരു ഇതിൽ നമുക്ക് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് ഒരു 16 മാർക്സ് ആണ് ഒരു പേപ്പറിൽ വന്നിട്ടുള്ളത്. അതായത് ഏകദേശം 100 മാർക്സിൻ്റെ ഒരു 16%. ബ്ലോക്ക് 2 നിന്ന് ഇറ്റ് ഇസ് 23 ആണ്. അതായത് 23%ഓളം ബ്ലോക്ക് 2 നിന്നാണ്. പിന്നെ ബ്ലോക്ക് 3 നിന്ന് അതായത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് 29% വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 4 പ്രൈസിങ്ങിലാണെങ്കിൽ 22%ഓളം വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് റിമൈനിങ് എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. സോ ഇത് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് 5 ടേം ആൻഡ് എക്സാമിനേഷൻ സെഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ നിന്ന് അറ്റംപ്റ്റ് എനി 5 എന്ന പാറ്റേണിലാണ്. സോ ഈച്ച് ക്യാരീസ് 20 മാർക്സ്. അപ്പം 20 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ലോങ് ആൻസർ, അതേപോലെ ഷോർട്ട് നോട്ട്, കമ്പാരിസൺ, അങ്ങനെ ഈ ഒരു നമ്മൾ പറഞ്ഞ ഫോർമാറ്റിൻ്റെ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും ഫോർമാറ്റ് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിപ്പോൾ ഈ ഒരു ഗ്രാഫിൽ കാണുന്നത്. സോ ആ ഓരോ കളറിൻ്റെ ലൈൻ ഗ്രാഫ് കാണിക്കുന്നത് ഓരോരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ എസ്സേ, പിന്നെ അത് കഴിഞ്ഞ് ഷോർട്ട് നോട്ട് ഉണ്ട്, അതേപോലെ കമ്പാരിസൺ വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും ആ ഒരു ലൈൻ ഗ്രാഫിൻ്റെ കളേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് കേട്ടോ. സോ അടുത്തത് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ്. സോ ഇതിൽ നമുക്ക് എസ്സേ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒരു റേഞ്ച്, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 58 to 62%ഓളം അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി എന്നൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 20 to 24% ആണ്. അപ്പോൾ അതിൽ കുറച്ച് മൈനർ ടോപ്പിക്സ് ഒക്കെ കൂടി കമ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം കുറച്ച് മൈനർ ടോപ്പിക്സ് എല്ലാം കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും വരിക. പിന്നെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു മൈനർ ഇൻക്രീസ് ആണ് അവിടെ വരുന്നത്. എസ്പെഷ്യലി ലാസ്റ്റ് 2 years ആയിട്ട് നോക്കുക അപ് ടു ഒരു 12%ഒക്കെയാണ് അതിൻ്റെ ഇൻക്രീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഡയഗ്രാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ലെസ് ഫ്രീക്വൻ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഇപ്പം ഒരു എല്ലാ സെഷനിലും കുറച്ച് റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. 7 to 10%ഓളം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. സോ യൂഷ്വലി നമുക്ക് മെയിനായിട്ട് ഹയസ്റ്റ് ആയിട്ട് പറയുന്നത് ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കാറ്, ഒരു 58 to 60%ഓളം.
ഇനി ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ. അതായത് നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 hours ആണ് വരുന്നത് ആൻഡ് 100 marks ആണ് ഒരു പേപ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എക്സാം അപ്പിയർ ചെയ്യേണ്ടത്. സോ നമുക്കതിന് എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ യു നീഡ് ടു സ്പെൻഡ് അബൌട്ട് 30 to 35 minutes, അതായത് 30 ഏകദേശം അരമണിക്കൂർ നമ്മൾ ഈച്ച് ലോങ് എസ്സേ ആൻസറിനായിരിക്കണം. ദാറ്റ് ഇസ് യൂഷ്വലി 3 to 4 ഒക്കെയാണ് വരിക. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മളത് സ്പെൻഡ് ചെയ്യേണ്ടത് ടൈം. പിന്നെ 10 to 12 minutes എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ടിന് വേണ്ടിയിട്ടും 8 to 10 minutes ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പാരിസൺ പോലത്തുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ന്യൂമറിക്കൽ ഡയഗ്രാം പ്രോബ്ലത്തിനും ആയിട്ടായിരിക്കണം നമ്മൾ ടൈം അത് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിതിൽ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതിൻ്റെ കീ പോയിന്റ്സ്, ഇപ്പോൾ ഡയഗ്രാംസ് ഒക്കെ ദാറ്റ് ഇസ് ഹൈ മാർക്ക് എസ്സേസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. പിന്നെ അതേപോലെ ലാസ്റ്റ് 10 to 15 minutes പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യാനും ഡയഗ്രാംസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അവസാനത്തെ ഒരു 10-15 minute നമ്മൾ മാറ്റി വെക്കേണ്ടത്. സോ എപ്പോഴും നമ്മൾ ഈ ഒരു അപ്രോച്ചിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തും. അതേപോലെ നല്ല രീതിയിൽ മാക്സിമം ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനും അതേപോലെ അവസാനത്തെ ഇങ്ങനെ ഭയങ്കര റഷായിട്ട് നമ്മളിങ്ങനെ എഴുതി തീർക്കേണ്ട ആ ഒരു കാര്യം, ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അതിൽ ഒന്ന് ഡിസ്കസ് വേരിയസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് വിത്ത് എക്സാമ്പിൾ ആൻഡ് ഡയഗ്രാം ആണ്. ഇത് 8ഓളം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസും ഡയഗ്രാംസും രണ്ടും കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു 7ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്. അപ്പോൾ അതിൽ ആക്ച്വൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഇക്കണോമിക് കോസ്റ്റ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് കോസ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ഒരു 7ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അടുത്ത ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതേപോലെ ഡിസ്കസ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിന്റെ ഡിറ്റർമിനൻസ് ഒക്കെ എഴുതാനാണ് 7ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ വിത്ത് ഇലുസ്ട്രേഷൻസ്. അപ്പോൾ ഇതിൽ അതിന്റെ ഇലുസ്ട്രേഷനും കൂടി കോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഒരു 6ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മോണോപോളിസ്റ്റിക്, മോണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സ്ട്രക്ചർ. ഈ 3 മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 6ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് വന്നിട്ടുണ്ട്. അടുത്തത് വാട്ട് ഇസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന്റെ ടെക്നിക്സ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ടെക്നിക്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് 6ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അടുത്തതാണ് ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വൈസസ് വാല്യൂ മാക്സിമൈസേഷൻ. അത് ഒരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം അതിൽ നമുക്കൊരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ദി കോസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദി ഡിറ്റർമിനൻസ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ. സോ ഇതും ഓൾമോസ്റ്റ് ഒരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും അത് ബ്ലോക്ക്, അതിൽ ഏത് ബ്ലോക്കിലാണ് ഏത് യൂണിറ്റിലാണ് എന്നുള്ള കാര്യങ്ങൾ ആവറേജ് മാർക്കും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 and 5 വരുന്നത്. 8ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 14 marks ആണ്. അടുത്ത ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ് ആണ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 7 7ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 12. അടുത്ത ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്. സോ അതിൽ ആക്ച്വൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഇക്കണോമിക് കോസ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഈ ഒരു ടോപ്പിക് വരുന്നത്. 7ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 13 മാർക്കാണ്. അടുത്ത പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതിൽ ഡെഫിനിഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്നത്. അപ്പിയറൻസ് എന്ന് പറയുന്നത് 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം വന്നിട്ടുണ്ട്. ആൻഡ് 14 ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. സോ ഇതിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 7 വരുന്നത്. ആൻഡ് ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 6 ആൻഡ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 13 ആണ്. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റിംഗ്വിഷ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, ദാറ്റ് ഇസ് മോണോപ്പൊളി, മോണോപോളിസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഡിസ്റ്റിംഗ്വിഷിംഗ് ആണ്. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 10, 12 അത് വരുന്നത്. ആൻഡ് യൂണിറ്റ്സ് ദാറ്റ് ഇസ് 6ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആവറേജ് മാർക്ക് 12.
അടുത്ത ടോപ്പിക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടെക്നിക്സ് ആണ്. അതും ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്നത്. 6ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് വന്നിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്ക് 11 ആണ്. അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫേം, അതിൽ പ്രോഫിറ്റ് വൈസസ് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഈ ഒരു ടോപ്പിക് വരുന്നത്. ഇറ്റ്സ് അറൌണ്ട് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനോളം ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആവറേജ് മാർക്ക് 11. അടുത്ത മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ്. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്നത്. 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ആവറേജ് മാർക്ക് 12. അടുത്ത കോസ്റ്റ് ഫംഗ്ഷൻ, അതേപോലെ അതിന്റെ ഡിറ്റർമിനൻസ് ആണ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്നത് ആൻഡ് ഒരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. സോ ഇതിൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ് ഇസ് പ്രാക്ടീസ് ഔട്ട്ലൈനിങ് ആണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ടൈമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ റിക്കറിംഗ് ക്വസ്റ്റ്യൻസും നമ്മൾ ആ ഒരു ആൻസർ എഴുതുന്നതിന് മുന്നേ അതൊന്ന് സ്ട്രക്ചർ ചെയ്യാം. ഒന്ന് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മളൊന്ന് സ്ട്രക്ചർ ചെയ്യുക. അതിന് ടൈംഡ് റൈറ്റിംഗ് ആണ്. സോ ഇതിൽ നമ്മൾ ഓരോ ആൻസേഴ്സും 10 to 15 മിനിറ്റ്സ് എടുക്കുക. അതേപോലെ അത് ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻസും അതേപോലെ എവിടെയൊക്കെ ഡയഗ്രാംസ് വേണോ അതൊക്കെ ഡയഗ്രാംസ് വരയ്ക്കുക. ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു ആൻസർ എഴുതുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് റിവൈസ് വിത്ത് വേരിയേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ദാറ്റ് ഇസ് 2 പ്രാക്ടീസ് ആൻസേഴ്സും കാര്യങ്ങളും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഇപ്പം എന്താ പറയുക, ഡയഗ്രാംസും അതേപോലെ എക്സാമ്പിൾസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി നമുക്കൊരു നല്ല രീതിയിൽ അത് ഓരോ ടൈമിൽ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതൊരു സ്ട്രാറ്റജിക് ഒരു അഡ്വൈസ് ആണ്. അടുത്ത ഈ ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പൈ ചാർട്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 61% നമുക്ക് അവിടെ ഈ ഒരു ദാറ്റ് ഈസ് നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 39% ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം. സോ ഇനി ടോപ്പിക് ദാറ്റ് ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി, അതിന്റെ പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്. ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രാവശ്യം അത് അപ്പിയർ ചെയ്യുന്നുണ്ട് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് അത് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി കണക്കാക്കുന്നത്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം, പ്രോഫിറ്റ് വൈസസ് വാല്യൂ എന്നുള്ളത് 70% ആണ് ചോദിക്കാൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി അതിൻ്റെ ഒരു ഫുട് നോട്ടും കൂടെ ഉണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്, അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ആണ് ആൻഡ് അത് 80% അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഹൈ കാറ്റഗറിയിൽ വരുന്നൊരു ക്വസ്റ്റൻ ആണ്. ഇനി അടുത്തതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. സോ അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് വരുന്നത്. അതിലെ ടൈപ്സ്, അതിൻ്റെ ഡിറ്റർമിനൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 75% ആണ്. ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6. അതിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ്. ഹൈ പ്രോബബിലിറ്റി, അതായത് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 60% ആണ് ആൻഡ് ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നൊരു ക്വസ്റ്റൻ ആണ്. പിന്നെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് യൂണിറ്റ് 7 വരുന്നുണ്ട് അതിൽ. അപ്പം അതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ ടു സ്കെയിൽ ആണ് അതിൽ വരുന്ന ടോപ്പിക്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നതും അറൌണ്ട് ഒരു 60% ആണ് ആൻഡ് ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ആ ഒരു 7th യൂണിറ്റിലുള്ള ടോപ്പിക്കിനെ കണക്കാക്കുന്നത്. സോ ഇനി ഇതിൻ്റെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്സിൻ്റെ നമുക്ക് ദാറ്റ് ഈസ് ഫുട് നോട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഫസ്റ്റ് ടോപ്പിക്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു 10ൽ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 8ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവറി പേപ്പേഴ്സിലും അത് എല്ലാ ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരാറുണ്ട്. ചിലതിൽ ഡയഗ്രാംസും കൂടി വരാറുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു 10ൽ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് 10ൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിലും 10ൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്.
ഇനി അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 കോസ്റ്റ് കൺസെപ്റ്റ് ആക്ച്വൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു 80% അതിന്റെ പ്രോബബിലിറ്റി ഹൈ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഈ ഒരു കോസ്റ്റ് കൺസെപ്റ്റ് ഒരു 10ൽ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടോപ്പിക്കാണ്. അടുത്ത ബ്ലോക്ക് 3 യൂണിറ്റ് 9 കോസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. സോ അതൊരു 50% ആണ് ഇത് ചോദിക്കാൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഇതൊരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുള്ളത്. അടുത്ത ബ്ലോക്ക് 4 യൂണിറ്റ് 10 മാർക്കറ്റ് സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ ആണ്. അതും ഒരു 55% ആണ് ചോദിക്കാൻ പ്രോബബിലിറ്റി. മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് ദാറ്റ് ഇസ് ഒരു ഹാഫ് എന്നൊരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചില സെഷൻസിൽ വന്നിട്ടുണ്ട്, ചില സെഷൻസിൽ വന്നിട്ടില്ല. അടുത്തത് ബ്ലോക്ക് 4 ആണ്. സോ അതിൽ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ആണ്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ അതും ഒരു 60% ആണ് ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ഇതൊരു 10ൽ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളതൊക്കെയാണ് അത് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഷോർട്ട് റൺ, ലോങ് റൺ അല്ലെങ്കിൽ പ്രൈസ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെയാണ് വരിക. പിന്നെ യൂണിറ്റ് 13 പ്രൈസിങ് സ്ട്രാറ്റജി, ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ അതൊരു 40% ആണ് ചോദിക്കാൻ ചാൻസ്. ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 10ൽ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ആയിരിക്കും അത് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. സോ നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കി പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, അതിന്റെ കോസ്റ്റ് കൺസെപ്റ്റ്സ്, പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം. സോ ഈ ടോപ്പിക്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ലെങ്ത് ആൻസേഴ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന്റെ ഡയഗ്രാംസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യാൻ ഒന്നുകൂടെ, അതിന്റെ സബ് ടൈപ്സും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ നോക്കുക. അതേപോലെ 2 to 3 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക ഈ ഒരു ടൈപ്പിൽ. അടുത്ത മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതേപോലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, മാർക്കറ്റ് സ്ട്രക്ചർ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൈസിങ് സ്ട്രാറ്റജീസ് ഒക്കെയാണ്. സോ ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അതേപോലെ ഓരോ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നന്നായി നോക്കുക. ഒരു സമ്മറി പോലെയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടൊക്കെ നോക്കുക. പിന്നെ ഈ ഒരു ആൻസേഴ്സ് ഒക്കെ നമ്മളൊരു 15 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കുന്ന പോലെ ആ ഒരു രീതിയിൽ നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യാം. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് അതായത് സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് അധികം ചോദിക്കാത്തുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം പീക്ക് ലോഡ് പ്രൈസിങ്, ട്രാൻസ്ഫർ പ്രൈസിങ്, അങ്ങനെയുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പം ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്താണ് ടോപ്പിക് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാതെ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാം. ഇനി ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. സോ ഇവിടെ നമുക്ക് ഇതിന്റെ ബാർ ലെങ്ത് എന്ന് പറയുന്നതാണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ലെങ്ത്തിന്റെ ബേസ്, അതാണ് അതിന്റെ പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ നോക്കിയാൽ അറിയാം ദാറ്റ് ഇസ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ആദ്യത്തെ രണ്ട് ഡിമാൻഡും കോസ്റ്റും, ആ രണ്ട് ടോപ്പിക്കും 80% ആണ് വരുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ ഏകദേശം ഒരു 75% ആണ്. ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം 70% ആണ്. ഫോർകാസ്റ്റിംഗ്, പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷനും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനൊക്കെ ഒരു 60% ആണ് അതിന്റെ പ്രോബബിലിറ്റി. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 55%, കോസ്റ്റ് ഫംഗ്ഷൻ 50%, പ്രൈസിങ് സ്ട്രാറ്റജി ഒരു 40% അതിന്റെ പ്രോബബിലിറ്റി. സോ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ പേപ്പർ. മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, MCQ 021, മാനേജറിയൽ ഇക്കണോമിക്സ്, ടേം ആൻഡ് എക്സാമിനേഷൻസ്, ജൂൺ 2025. സോ നമ്മളിപ്പോൾ ഇത്രയും നോക്കിയ പാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ എക്സാം ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് 100 marks. സോ ഇതിൽ പറയുന്നുണ്ട് അറ്റംപ്റ്റ് എനി 5 questions, ആൻസർ all questions carry equal marks എന്നാണ്. അപ്പം നമ്മൾക്ക് ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് ഏതെങ്കിലും 5 questions ആണ് ആൻസർ ചെയ്യാൻ പറയുന്നത്. സോ 5 ക്വസ്റ്റ്യന് ഈക്വൽ മാർക്കാണ്. അപ്പോൾ 20 marks വെച്ചിട്ടാണ് 100 marks വരിക. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. മാനേജറിയൽ ഇക്കണോമിക്സ് ഇന്റഗ്രേറ്റ്സ് മൈക്രോ എക്കണോമിക് തിയറി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ടു സപ്പോർട്ട് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്സ്. Critically examine the statement, highlighting 2 recent business examples where such integration proved decisive. സോ ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാമിൻ ചെയ്തിട്ട് ബാക്കി 2 ബിസിനസ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാനാണ് പറയുന്നത് എ പാർട്ടിൽ. ബി പാർട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇക്വി മാർജിനൽ പ്രൈസ് ആൻഡ് പ്രിൻസിപ്പിൾ ആൻഡ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻ മാനേജർ ഡിസിഷൻ മേക്കിംഗ്, ഇല്ലുസ്ട്രേറ്റ് ഈച്ച് വിത്ത് എ സ്കെനാരിയോ. സോ ദാറ്റ് ഇസ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിളും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിളും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും അതിന്റെ ആ ഒരു സ്കെനാരിയോ കാര്യങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇതെല്ലാം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഉം 2 വരുന്ന ടോപ്പിക്സ് ആണ്.
അടുത്ത രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗിവൻ ദ ഫോളോയിങ് ഡാറ്റ ഫോർ എ പ്രോഡക്റ്റ്. അപ്പോൾ അതിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തന്നിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ അതിന്റെ റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. ആൻഡ് എക്സ്പ്ലെയിൻ ടു ഡിറ്റർമിനൻസ് ദാറ്റ് മേ അഫക്ട് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ 2 ഡിറ്റർമിനൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഇത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 2 കാറ്റഗറി, എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. സോ എക്സ്പ്ലെയിൻ 3 key determinants of demand for air conditioners in Indian's urban market, supporting each with real or hypothetical data. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെയാണ് പറയുന്നത്. അടുത്തത് ഇല്ലുസ്ട്രേറ്റ് യൂസിങ് എ ക്ലിയർ ഡയഗ്രാം ഹൗ എ ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം വുഡ് ഷിഫ്റ്റ് ദി ഡിമാൻഡ് കർവ് ഫോർ സച്ച് പ്രോഡക്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്ട്സിന് എങ്ങനെയായിരിക്കും ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. സോ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ് വരുന്നത്. അടുത്തത് കമ്പനി യൂസസ് ഫോളോയിങ് പ്രൊഡക്ഷൻ ഡാറ്റ ഫോർ ഇറ്റ്സ് മെയിൻ പ്രോഡക്റ്റ്. അപ്പം അതിൽ ലേബർ 1 2 3 4 5 ഡാറ്റാസ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് വി ഷുഡ് കാൽക്കുലേറ്റ് ദി മാർജിനൽ റിട്ടേൺ ഫോർ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ. മാർജിനൽ റിട്ടേൺസ് ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബറിന് മാർജിനൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു റഫ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ. ആൻഡ് ഡിസ്കസ് 1 ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് ലോ ഫോർ ബിസിനസ് റിസോഴ്സ് പ്ലാനിങ്. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 7 വരുന്നത്. 3 പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവിടെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 കൺസിഡർ ദ ഫോളോയിങ് കോസ്റ്റ് ടേബിൾ ഫോർ എ മാനുഫാക്ചറിങ് ഫേം. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ദി മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഇന്റർപ്രറ്റ് ദി കോസ്റ്റ് ബിഹേവിയർ ആൻഡ് കമന്റ് ഓൺ എനി ഇക്കണോമീസ് ഓർ ഡിസ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ഒബ്സർവ്ഡ്. സോ ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 and 9 വരുന്നത്. അടുത്ത മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. Demand forecasting is vital for effective inventory management. Evaluate this statement by designing a short forecast exercise for a retail apparel business using any method of your choice. അതിൽ സിമ്പിൾ ഡാറ്റ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് നമ്മുടേതായിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്ന് യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ബി പാർട്ടിൽ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 2 ലിമിറ്റേഷൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്നത്. അടുത്ത 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ കമ്പയർഡ് ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി. പ്രസന്റ് യുവർ ആൻസർ ഇൻ എ കമ്പാരിറ്റീവ് ടേബിൾ ആൻഡ് യൂസ് 2 new examples from the Indian service sector to illustrate differences in pricing and output strategy. സോ ഇതൊരു കമ്പാരിസൺ ആണ്, ടേബിൾ ആയിട്ട് തന്നെയാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ എക്സാമ്പിൾസും കൂടി കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 and 12 വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. അപ്പം ഈ തന്നിട്ടുള്ളതിൽ ഏതെങ്കിലും 4 കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിന് ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 20 മാർക്സ് ആണ് കേട്ടോ. സോ അതിലൊന്ന് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ, അതേപോലെ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വാല്യൂ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്, കിൻഡർ ഡിമാൻഡ് കർവ്, അതേപോലെ ട്രാൻസ്ഫർ പ്രൈസിങ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 4 എഴുതാനാണ്. സോ ഇതെല്ലാം നമുക്ക് യൂണിറ്റ് 2, 5, 9, 12, 13 എന്നുള്ള ബ്ലോക്കുകൾ യൂണിറ്റിലാണ് എന്താ പറയുക ഈ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ ഏതെങ്കിലും 4 എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും 5 മാർക്ക് വെച്ചിട്ട് 20 മാർക്സ് ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ആൻസർ ഇനി 5 എന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഐ തിങ്ക് ഓവറോൾ നമ്മൾ നിങ്ങൾക്ക് ലേണേഴ്സിന് എല്ലാ കാര്യങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നും, അതേപോലെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ ഇതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കണം എക്സാമിന് പോകേണ്ടത്. അങ്ങനെ ഇതിലുള്ള എല്ലാ ടോപ്പിക്സും മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കുക. ഏതെങ്കിലും മിസ്സായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യാൻ നോക്കുക. ആൻഡ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതും വളരെ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ട് എഴുതുക. എന്നാലേ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ ക്വസ്റ്റ്യനും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും വേണം. സോ അതിന് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ട് അവസാനം നമുക്ക് ഓടിച്ചായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി തീർക്കേണ്ട അവസ്ഥ വരും. സോ അത് ഒരിക്കലും നമ്മൾ അങ്ങനെ ഉണ്ടാക്കരുത്. പ്രോപ്പറായിട്ട് ഓരോ ക്വസ്റ്റ്യനും ടൈം മാനേജ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ലോണം വായിക്കുക, ആൻഡ് വായിച്ചിട്ട് നമ്മളൊരു ആൻസറിന് ഔട്ട്ലൈൻ കൊടുക്കുക മൈൻഡിൽ. എന്നിട്ട് ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്ത് എഴുതി തുടങ്ങാം. ഇതൊക്കെ നമുക്ക് എക്സാമിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആൻഡ് അത് നല്ലൊരു രീതിയിൽ അത് നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം
ഒന്നും കൂടിയും എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇതിലേതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് നന്നായി കവർ ചെയ്തിട്ട് പോവാം. സോ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതേപോലെ നല്ല കോൺഫിഡൻറ്റോടു കൂടി നല്ല രീതിയിൽ, നല്ല ക്ലിയർ ആയിട്ട്, നല്ല രീതിയിൽ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, അതേപോലെ നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. താങ്ക് യു.